പ്രീ പ്രൈമറി കുട്ടികളുടെ സമഗ്ര വികാസം ലക്ഷ്യമാക്കി മുടവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച വർണ്ണക്കൂടാരം വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകി. മാത്യു കുഴൽനാടൻ MLA വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രീ പ്രൈമറി കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളയും ഒത്തുചേർന്ന് നിർമ്മിച്ച വർണ്ണക്കൂടാരം പദ്ധതിയാണ് മുടവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. 13 പ്രവർത്തനയിടങ്ങളെ കോർത്തിണക്കി സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എറണാകുളം ജില്ലാ മൂവാറ്റുപുഴ BRCയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വർണ്ണക്കൂടാരം നിർമ്മിച്ചിട്ടുള്ളത്. വർണ്ണക്കൂടാരം പദ്ധതി മാത്യു കുഴൽനാടൻ MLA വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകി. സമീപ പ്രദേശങ്ങളിലുള്ള മികച്ച സ്കൂളുകളുടെ ഒരു ഭൗതിക സാഹചര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. കുട്ടികൾക്ക് കുറച്ചുകൂടി ഉത്സാഹഭരിതരായി, കുറച്ചുകൂടി സന്തോഷത്തോടെയും ആവേശത്തോടെയും ഒക്കെ സ്കൂളിൽ വരാനുള്ള ഒരു അന്തരീക്ഷവും അതുപോലെ തന്നെ അവർക്കൊരു താല്പര്യവും ഒക്കെ ഉണ്ടാകാൻ കഴിയുന്നതാണ് ഈ വർണ്ണക്കൂടാരം. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ കഴിയുന്നത്ര സ്കൂളുകളിലെ ഈ വർണ്ണക്കൂടാരത്തിൻ്റെ പ്രോജക്റ്റ് കൊണ്ടുവരികയും അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഏറ്റവും ഉത്സാഹം, ഞാൻ സ്കൂളുകളിൽ പോകുമ്പോൾ കുട്ടികളിൽ ഏറ്റവും ഉത്സാഹം കണ്ടേക്കുന്ന പരിപാടി എന്ന് പറയുന്നത് വർണ്ണക്കൂടാരത്തിൻ്റെ ഇനാഗ്രേഷനാണ്. അതല്ലെങ്കിൽ പിന്നെ സ്കൂൾ ബസ്സായിരിക്കും. പിള്ളേർക്ക് ആദ്യമായി ബസ്സിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉത്സാഹമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഏറെ സന്തോഷത്തോടും നമസ്കാരം. വിദ്യാർത്ഥികളുടെ ബുദ്ധിവികാസവും മാനസിക വളർച്ചയും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള വർണ്ണക്കൂടാരം പദ്ധതികൾ എല്ലാ സ്കൂളുകളിലും സർക്കാർ നടപ്പിലാക്കി വരുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ജോയ്, സ്കൂൾ പ്രധാന അധ്യാപിക ഗീത KK, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജൂബി ബഷീർ, ഷിഹാബ് KE, മിനി റജി, ജസീന അലി, സുനിൽ AC, BRC മൂവാറ്റുപുഴ പ്രതിനിധി ആനി ജോർജ്, പ്രധാന അധ്യാപിക ഐഷ NM, PTA പ്രസിഡന്റ് വിനി ജെയ്മോൻ, MPTA പ്രസിഡന്റ് ആശ സുനിൽ, സീനിയർ അസിസ്റ്റന്റ് രേവതി PR, അധ്യാപികമാരായ സജിത PM, നിമ്മി ആൻഡ്രൂസ്, ദിവ്യ NV, സിനി KP, സാജിറ, അനശ്വര രാജു എന്നിവർ പങ്കെടുത്തു. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.